രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ അതിജീവിത നേരിട്ട് പരാതി പറഞ്ഞിട്ടും അറസ്റ്റ് ചെയ്യാതിരുന്നത് മനഃപൂർവ്വമാണെന്ന് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ. മുഖ്യമന്ത്രി പീഡകർക്ക് കഷായം വെച്ചുകൊടുക്കുന്ന പണിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും വിമർശനം. നട്ടെല്ല് നിവർത്തി നിന്ന് മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു പ്രതിപക്ഷ നേതാവില്ലാത്തതാണ് ഇന്ന് കേരളം നേരിടുന്ന പ്രതിസന്ധിയെന്നും ശോഭാ സുരേന്ദ്രൻ വിമർശിച്ചു. നേരിട്ട് പരാതി നൽകിയിട്ടും ഈ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിനെ മുഴുവൻ നിഷ്ക്രിയമാക്കി നിർത്തി എങ്ങനെയാണ് മിസ്റ്റർ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ മുൻകൂർ ജാമ്യം അനുവദിക്കപ്പെട്ടത്? താങ്കളല്ലേ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ്? താങ്കളല്ലേ കേരളത്തിലെ പെൺകുട്ടികൾക്ക് നീതി നടപ്പിലാക്കി കൊടുക്കേണ്ടത്? അതിജീവിതയുടെ കൂടെ നിൽക്കുന്നുവെന്ന് വരുത്തി തീർത്തുകൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് പീഡകന്മാർക്ക് കഷായം വെച്ചു കൊടുക്കുന്ന പണിയാണ് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള മുഖ്യമന്ത്രിയായിട്ടുള്ള താങ്കൾ കേരളത്തിൽ നാളിതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പ് മന്ത്രി മാരീജൻ്റെ വേഷത്തിലാണ് കേരളത്തിൽ നടക്കുന്നത്. മാരീജൻ്റെ വേഷത്തിൽ നടക്കുന്ന ഈ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കെതിരെ നിയമസഭയിൽ ആർജവത്തോടുകൂടി നട്ടെല്ല് നിവർത്തി നിന്ന് അങ്ങോട്ട് കാര്യങ്ങൾ മണിമണിയായി ചോദിക്കാൻ, ഉത്തരം പറയിപ്പിക്കാൻ തൻ്റെ ഇടമുള്ള ഒരു പ്രതിപക്ഷത്തിൻ്റെ അഭാവമാണ് ഇന്ന് കേരളം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുകൂടി പറയാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. അതിജീവിതയെ സമൂഹമാധ്യമങ്ങളിൽ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വർ വീണ്ടും ജയിലിൽ. റിമാൻഡ് കാലാവധി അവസാനിച്ചതോടെ രാഹുൽ ഈശ്വറിനെ ജയിലിലെത്തിക്കും. തെളിവെടുപ്പ് പൂർത്തിയായെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. ജാമ്യാപേക്ഷ സെഷൻസ് കോടതി തിങ്കളാഴ്ച പരിഗണിക്കും.